ഒന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ലാഹോർ കോൺഗ്രസ് സമ്മേളനം. ലാഹോർ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1929 2. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഉത്തരം നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരം 1920 മുതൽ 1922 വരെയാണ് നിസ്സഹകരണ സമരം. ഉപ്പു സത്യാഗ്രഹം എന്നാണ് നടന്നത്? ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം 1930 ഉപ്പു സത്യാഗ്രഹം നടന്നത്. ഈ പൂർണ്ണ സ്വരാജ് നടന്നതാണ് 1929 ഡിസംബർ 19 പൂർണ്ണ സ്വരാജ്. വർഷങ്ങൾ ചോദിച്ചാൽ പൂർണ്ണ സ്വരാജ് 1929 ഡിസംബർ 19, ഉപ്പു സത്യാഗ്രഹം 1930, നിസ്സഹകരണ സമരം 1920 മുതൽ 22 വരെ. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. 4. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. 5. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം എ. ബാലഗംഗാധര തിലക്. 6. സ്വത്തവകാശ മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം ബി ആണ്. 44 ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശ മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി. 7. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? ഉത്തരം സി. ഹൈക്കോടതി. 8. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1947. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് എന്നാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ 1947 ഓഗസ്റ്റ് 29. 9. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ഉത്തരം സി. ഇന്ത്യ. 10. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഡി. മൗലികാവകാശങ്ങൾ. 11. കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത്? ഉത്തരം എ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919. റൗലറ്റ് നിയമം എന്നത് അടുത്തത് റൗലറ്റ് നിയമം. റൗലറ്റ് ആക്ട് എന്നാണ് നടന്നതെന്ന് ചോദിച്ചാൽ അതും എന്നാണ് 1919 റൗലറ്റ് ആക്ട്.
1919 അത് റൗലറ്റ് ആക്ട് എന്നത് ഒരു 1919 ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു കരിനിയമമാണ് എന്ത് റൗലറ്റ് ആക്ട്. വാഗൺ ട്രാജഡി നടന്നത് 1921 അപ്പോൾ വർഷങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പല ക്വസ്റ്റ്യൻസിലും വരാറുണ്ട് കേട്ടോ. PSC ചോദിക്കും, അതുകൊണ്ടാണ് വർഷങ്ങൾ പറഞ്ഞു പോകുന്നത്. ഉത്തരം എ ആണ് കേട്ടോ. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയാണ് കൈസറിയ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം. വാഗൺ ട്രാജഡി നടന്നത് 1921 ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്നത് 1919 റൗലറ്റ് നിയമം 1919. അപ്പോൾ റൗലറ്റ് നിയമം ഒരു ബ്രിട്ടീഷ് ഇന്ത്യ നടപ്പിലാക്കിയ ഒരു കരിനിയമമാണ് കേട്ടോ. ഇനി ചൗരി ചൗര വാഗൺ ട്രാജഡിയുടെ സ്മാരകം എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? തിരൂരാണ്. മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി ചൗരി ചൗര സംഭവം 1922 ചൗരി ചൗര സംഭവം. 12 ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം സി. ശ്രീനാരായണ ഗുരു. 13 ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത്? ഉത്തരം സി. അയ്യപ്പൻ. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര്? ഉത്തരം എ. തോമസ് ഹാർവേ ബാബറാണ് പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ. പഴശ്ശി കലാപം നടന്ന വർഷം ചോദിച്ചാൽ പഴശ്ശി കലാപം 2 ഘട്ടങ്ങളിലായിട്ടാണ്, പ്രധാന 2 ഘട്ടങ്ങളിലായിട്ട് നടന്നത്. ഒന്നാം പഴശ്ശി കലാപം എന്നും രണ്ടാം പഴശ്ശി കലാപം എന്നും അങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. ഒന്നാം പഴശ്ശി കലാപം നടന്ന വർഷം 1793 to 1797 വരെയാണ്. രണ്ടാം പഴശ്ശി കലാപം നടന്നത് 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം നടന്നത്. പഴശ്ശി കലാപം നടന്ന വർഷം ഒന്നാം പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം എന്നീ 2 ഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. ഒന്നാം ഘട്ടം 1793 മുതൽ 1797 വരെയാണ്. രണ്ടാം ഘട്ടം 1800 മുതൽ 1805 വരെയാണ്. ഒന്നാം പഴശ്ശി കലാപത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നികുതി നിയമങ്ങൾക്കെതിരെയായിരുന്നു ഒന്നാം പഴശ്ശി കലാപം. പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ജനകീയ പ്രക്ഷോഭം നടന്നു. 1797 ചിറക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പായി. ഇതാണ് ഒന്നാം പഴശ്ശി കലാപം. ഇനി ഒന്നാം പഴശ്ശി കലാപം നടന്ന വർഷം ചോദിച്ചാൽ 1793 മുതൽ 1797 വരെ. ഈ രണ്ടാം പഴശ്ശി കലാപം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. വയനാട് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഈ സമരത്തിന് കാരണം. അപ്പോൾ രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണം എന്താണ്? വയനാട് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്താൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണം. ഒന്നാം പഴശ്ശി കലാപത്തിന് എന്താണ് കാരണം? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നികുതി ന്യായങ്ങൾക്കെതിരെയായിരുന്നു ഒന്നാം പഴശ്ശി കലാപം. രണ്ടാം പഴശ്ശി കലാപമാണ് പറയുന്നത് വയനാട് ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്താൻ ശ്രമിച്ചതാണ്. പഴശ്ശിരാജയും അനുയായികളും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തി. 1805 നവംബർ 30 പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ പഴശ്ശിരാജ എന്നാണ് കൊല്ലപ്പെട്ടതെന്ന് ചോദിച്ചാൽ രാജ കൊല്ലപ്പെട്ടതെന്നാണ് 1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെട്ടു. അപ്പോൾ പഴശ്ശിരാജ കൊല്ലപ്പെട്ടതെന്ന് ചോദിച്ചാൽ 1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്. 15 അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബി. പുന്നപ്ര വയലാർ സമരം. 16 കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉത്തരം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ ജാംദാറാണ് കേട്ടോ.
നിതിൻ ജാംദാർ ആണ്. ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. കേരളത്തിൻ്റെ പുതിയ ചീഫ് ജസ്റ്റിസായി നിതിൻ ജാംദാർ ആണ്. ബോംബെയിൽ നിന്നെത്തുന്ന 4ാമത്തെ ചീഫ് ജസ്റ്റിസാണ് ഇദ്ദേഹം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? ഉത്തരം സി, തൃശ്ശൂർ. 18 ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം ഡി, വി പി മേനോൻ. 19 താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? താഴെ പറയുന്നവയിൽ ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശം ഏത്? ഉത്തരം എ, പോണ്ടിച്ചേരി. 20 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആര്? ഉത്തരം ഡി, കെ എം പണിക്കർ. 21 റൂർക്കല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? റൂർക്കല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏത്? ഉത്തരം എ, ജർമ്മനി. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര് എന്ത്? ഉത്തരം സി, മംഗൾയാൻ. 23 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? ഉത്തരം ബി, ബ്രസീൽ. ഇനി 2025 G20 ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. ദക്ഷിണാഫ്രിക്കയിലെ ജോഹൻസ്ബർഗിലാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് കേട്ടോ. ജോഹന്നാസ്ബർഗിലാണ് നടക്കുന്നത്. അപ്പോൾ 2024 G20 ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. 2025 G20 ഉച്ചകോടി നടക്കാൻ തീരുമാനിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ്. നവംബർ 22 മുതൽ 23 വരെയാണ് കേട്ടോ. നവംബർ 22 മുതൽ 23 വരെയാണ് നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2024 G20 ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. 2025 G20 ഉച്ചകോടി നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ്. നവംബർ 22 മുതൽ 23 വരെയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 24 ചാന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? ഉത്തരം ബി ആണ്, പ്രാഗ്യാൻ. 25 ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഹിമാലയൻ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. ഹിമാലയൻ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. ഉത്തരം ശരിയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് തെറ്റാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഉത്തരം ശരിയാണ്. അപ്പോൾ ഉത്തരം സി ആണ്. 1ഉം 3ഉം ആണ് ശരി. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിനും ചൈനക്കും ഇടയിലുള്ള ഹിമാലയൻ പർവ്വതനിരകളിലാണ് കേട്ടോ. ഇത് തെറ്റാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ നേപ്പാളിനും ചൈനക്കും ഇടയിലുള്ള ഹിമാലയൻ പർവ്വതനിരകളിലാണ് കേട്ടോ. ഹിമാലയൻ പർവ്വതനിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിര ഹിമാദ്രിയാണ്. ശരിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് തെറ്റാണ്. ഇന്ത്യയിലല്ല. മൗണ്ട് എവറസ്റ്റ് നേപ്പാളിനും ചൈനക്കും ഇടയിലുള്ള ഹിമാലയൻ പർവ്വതനിരയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഉത്തരം സി ആണ്. 1ഉം 3ഉം ആണ് ശരി. രണ്ടാമത്തെ തെറ്റാണ്. രണ്ടാമത്തെ ഇന്ത്യയിലല്ല, നേപ്പാളിനും ചൈനക്കും ഇടയിലുള്ള ഹിമാലയൻ പർവ്വതനിരയിലാണ്. അടുത്തത്
26 ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 1. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. ഇന്ത്യ 7 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. പാകിസ്ഥാൻ 1 പാകിസ്ഥാന്, 2 ചൈന, 3 നേപ്പാൾ, 4 ഭൂട്ടാൻ, 5 ബംഗ്ലാദേശ്, 6 മ്യാൻമാർ, 7 ഏതാണ് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ശരിയാണ് കേട്ടോ. ഇന്ത്യയും അതിൻ്റെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതാണെന്ന് ചോദിച്ചത്. 1 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. 1 പാകിസ്ഥാൻ, പാകിസ്ഥാന്, 2 ചൈന, 3 നേപ്പാൾ, 4 ഭൂട്ടാൻ, 5 ബംഗ്ലാദേശ്, 6 മ്യാൻമാർ, 7 അഫ്ഗാനിസ്ഥാൻ. എത്ര രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്? 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. അത് ഏതൊക്കെ രാജ്യങ്ങൾ ചോദിച്ചാൽ പാകിസ്ഥാന്, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ. 2 ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. ശരിയാണ് കേട്ടോ. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. ഇവിടെ ഡി ആണ്. എല്ലാം ശരിയാണ്. 27 ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം. തെറ്റാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ശരിയാണ്. അപ്പോൾ ഇതിലേത് ശരിയായ ഉത്തരം? സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. അപ്പോൾ ഇതിൽ തെറ്റേതാണെന്ന് ചോദിച്ചത് ഉത്തരം ബി 2 മാത്രമാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം. 28 ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. ശരിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണെന്ന് ചോദിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണ മന. അപ്പോൾ ഇതിന് ഉത്തരം ഏതാണെന്ന് ചോദിച്ചാൽ എ ആണ്. 1ഉം 2ഉം ശരിയായ ഉത്തരം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേമാതരമാണ്. ജനഗണമന എല്ലാം തെറ്റാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് എന്ത്? ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. എന്നാൽ വന്ദേമാതരം ദേശീയ ഗീതമായി കണക്കാക്കപ്പെടുന്നു. രവീന്ദ്രനാഥ് ടാഗോർ ആണ് ജനഗണമന ഇന്ത്യയുടെ ഔദ്യോഗിക ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ടുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം. 29 ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച് പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നതാണ്? അയോധ്യ നഗരം സരായു നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. 2 അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. ശരിയാണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹുഗ്ലി നദീ തീരത്താണ്. ശരിയാണ്. ഉത്തരം ഡി ആണ്. എല്ലാം ശരിയാണ്. 30 കേരളത്തെ സംബന്ധിച്ച് അടിസ്ഥാന വിവരണങ്ങൾ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തെ സംബന്ധിച്ച് അടിസ്ഥാന വിവരണങ്ങൾ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അഗസ്ത്യകുളമാണ്. തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. ശരിയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ 2 മാത്രമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അഗസ്ത്യകുളം. തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആനമുടിയാണ്. 31
കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. ശരിയാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതാണെന്ന് ചോദിച്ചാൽ കബനി, ഭവാനി, പാമ്പാർ. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴക്കാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴക്കാണ്. ശരിയാണ്. ഉത്തരം ഏതാണെന്ന് ചോദിച്ചാൽ 1, 3 ആണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവന ശരിയായത് ഏതെന്ന് ചോദിച്ചാൽ 1 കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാറാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന. തെറ്റാണ്. ഏറ്റവും നീളമുള്ള നദികൾ 2ാം സ്ഥാനം ഭാരതപ്പുഴക്കാണ്. ശരിയാണ്. ഇതിൽ ഉത്തരം എ ആണ്. 1, 3 ആണ് ശരി. ഈ പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ നദിയിലല്ല, ചാലക്കുടി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചാലക്കുടി നദിയിലാണ്. അപ്പോൾ പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്.